നമസ്കാരം. തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ 300 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സൂചനകളാണ് SGX നിഫ്റ്റി അല്ലെങ്കിൽ ഗിഫ്റ്റി നിഫ്റ്റി നൽകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നത്. ഇറാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായും തുറന്നു നൽകിയതും ഓയിൽ ടാങ്കേഴ്സിനെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി കടന്നു പോകാൻ അനുവദിച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. S&P 1.34%, ഡോ ജോൺസ് 1%-ലേറെയും നാസ്ഡാക്ക് 1.4%-ലേറെ ഉയരുകയും ചെയ്തു. കൂടാതെ അമേരിക്കയുടെ ട്രഷറി ഈൽഡ്, അതായത് 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 7 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 4.24%-ലേക്ക് എത്തുകയും ചെയ്തു. അതായത് US ഇറാൻ വാറിൻ്റെ വസ്റ്റ് സീനറിയോ അവസാനിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ള സൂചനകൾ തന്നെയാണ് മാർക്കറ്റിൽ നിന്നും പുറത്തു വരുന്നത്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കൂടി തുറന്നു നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലും വലിയ ഇടിവ് സംഭവിച്ചു. ക്രൂഡിൻ്റെ വില 12%-ഓളം ഇടിയുകയും സപ്ലൈ റിലീഫ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് 12% ഇടിഞ്ഞ് $87.71 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ അടുത്ത ആഴ്ച US-ഉം ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ പാകിസ്ഥാൻ തന്നെ മധ്യസ്ഥത വഹിക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എൻറിച്ച്ഡ് യുറേനിയം, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ US-ന് കൈമാറുകയാണെങ്കിൽ US $20 ബില്യൺ ഫണ്ടും ഇറാന് അനുവദിച്ചേക്കും. ഇതിൻ്റെയും ഇമ്പാക്റ്റ് ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ പ്രകടമായിരുന്നു. അതോടൊപ്പം തന്നെ ലെബനനും ഇസ്രായേലും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറന്നതിന് പിന്നിൽ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഏറെക്കുറെ 300 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും 24,500-ന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആകാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 14% ഇടിഞ്ഞ് 316 കോടിയിൽ നിന്നും 272 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 106% വർദ്ധിച്ച് 493 കോടിയിൽ നിന്നും 1019 കോടിയിലേക്കെത്തി. കൂടാതെ കമ്പനി 60 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് സീക്വൻഷ്യലി 1.2% വർദ്ധിച്ച് 269 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 81 കോടിയിൽ നിന്നും 202 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ ടോട്ടൽ കൺസോളിഡേറ്റഡ് ഇൻകം 78% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 3274 കോടിയിലേക്ക് എത്തുകയും കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 25,000 കോടി എന്ന മൈൽ സ്റ്റോൺ മറികടക്കുകയും ചെയ്തു. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിലെ മറ്റ് പ്രധാന ഹൈലൈറ്റ് കമ്പനിയുടെ റവന്യൂ ഫ്രം ബിസിനസ് ഓപ്പറേഷൻ 4 മടങ്ങ് വർദ്ധിച്ച് 1390 കോടിയായി മെച്ചപ്പെട്ടു. ജിയോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ബേസ് 84% വർദ്ധിച്ച് 544 കോടിയായി മാറി. ജിയോ ബ്ലാക്ക് റോക്ക് AMC കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 15,200 കോടി എന്ന മൈൽ സ്റ്റോൺ മറികടക്കുകയും ചെയ്തു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,561 കോടിയിൽ നിന്നും 1,357 കോടിയായി മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് കമ്പനിയുടെ ഓപ്പറേഷണൽ ഇൻകത്തിലുണ്ടായിരിക്കുന്ന വർധനവ് തന്നെയാണ്. കൂടാതെ മറ്റ് പല വെർട്ടിക്കൽസിലും കമ്പനി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അച്ചീവ് നേടുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ടെങ്കിലും ബിസിനസ് ഗ്രോത്ത് കമ്പനി കൈവരിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 244 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും 230 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ഹയർ സൈഡിൽ 270, 280, 300 തുടങ്ങിയ റേഞ്ചുകളാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനുള്ളത്. കൂടാതെ സ്റ്റോക്കിൻ്റെ ഔട്ട്ലുക്കും ബുള്ളിഷാണ്. സ്റ്റോക്കിൽ ആൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്നവർ 230 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.